ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായണത്തിൻ്റെ പ്രതിപാദ്യത്തെ പറഞ്ഞുകൊണ്ട് ശ്രീരാമസ്തുതി ചെയ്തുകൊണ്ട് ആരംഭിച്ചു. ഈ ചരിതം വിസ്തരിച്ച് പറയുന്നതിന് താൻ ഉപാധിയാക്കുന്ന പൈങ്കിളിയെ ക്ഷണിച്ചു വരുത്തി രാമചരിതം പറയാൻ അഭ്യർത്ഥിച്ചു. ആ രാമായണം പറയുന്ന തത്ത ദേവതാവന്ദനം ചെയ്ത് വിഘ്ന നിവാരണത്തിന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചത് വിഘ്നേശ്വരനെ വന്ദിച്ച ഭാഗമാണ്. തുടർന്ന് സരസ്വതി ദേവിയെ വന്ദിക്കുന്നു. വാണിടുകനാരദമെന്നുടെ നാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്കേണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ. വാണിയിടുക അനാരതം എന്നുടെ നാവു തന്മേൽ. വാണിമാതാവേ, അല്ലയോ വാണിദേവി, സരസ്വതി ദേവി. വാണി സരസ്വതിയാണ്, വിദ്യാദേവി. വിദ്യാദേവിയെ അമ്മയായി കണ്ട് നമ്മെ പരിപാലിക്കുന്ന അമ്മയായി കണ്ട് മാതാവാണ്. മാതാവ് എപ്പോഴും നമ്മെ അളന്ന് നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന അമ്മയാണ് മാതാവ്. അതെ, അങ്ങനെ വാണിദേവിയെ, സരസ്വതി ദേവിയെ മാതാവായി കണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹേ വാണിമാതാവേ, വാണിയിടുക അനാരതം എന്നുടെ നാവു തന്മേൽ. ഒരു തടസ്സവുമില്ലാതെ നിരന്തരം, അനാരതം നിരന്തരം, ഒട്ടും വിട്ടുപോകരുത്. വിട്ടുപോവാതെ എൻ്റെ നാവിന്മേൽ വസിക്കണമേ. സരസ്വതി നാവിൽ വസിച്ചാൽ ശുഭമായ വാക്യങ്ങൾ ഹിതവും പഥ്യവും മധുരവുമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ആരംഭത്തിലെ സരസ്വതിയുടെ സാന്നിധ്യത്തെ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയുള്ള വാണിമാതാവ്? വർണ്ണവിഗ്രഹയാണ്. വർണ്ണവിഗ്രഹ എന്നുള്ളതിന് അകാരാദിയായി വർണ്ണങ്ങൾ, സ്വരങ്ങളും വ്യഞ്ജനങ്ങളും. സ്വരങ്ങൾ സ്വയമേവ ഉച്ചാരണത്തിന് ക്ഷമതയുള്ളവ, വ്യഞ്ജനങ്ങൾ സ്വരസഹായത്തോടുകൂടി വ്യഞ്ജിപ്പിക്കപ്പെടുന്നവ. അങ്ങനെ അകാരാദിയായ എല്ലാ വർണ്ണങ്ങളും ചേർന്നവൾ. അഥവാ അകാരാദിയായ വർണ്ണങ്ങൾ ആരുടെ വിഗ്രഹമാണോ, വിഗ്രഹം ശരീരം, അക്ഷരരൂപിണിയായ ദേവി, അക്ഷരസ്വരൂപിണിയായ ദേവി, അവളാണ് വർണ്ണവിഗ്രഹ. അഥവാ വിവിധ വർണ്ണങ്ങളോടൊത്ത് മനോഹര ഭാവത്തിൽ കാണപ്പെടുന്നവൾ. സകല വർണ്ണങ്ങളും സരസ്വതിയുടെ വർണ്ണങ്ങളാണ്. അതിൽ നിന്നാകുന്നു സകല കലകളും സകല സാഹിത്യവും എല്ലാം ആവിർഭവിക്കുന്നത്.
അങ്ങനെയുള്ള വർണ്ണാത്മികേ വർണ്ണവിഗ്രഹേ വേദാത്മികേ, വേദസ്വരൂപിണിയാണ്. വേദം സാക്ഷാൽ സരസ്വതിയാണ്, അഥവാ സാക്ഷാൽ സരസ്വതിയാണ് വേദമായിട്ട് പ്രകടമാകുന്നത്. അപ്പോൾ വേദം ആരുടെ ആത്മഭാവമോ അങ്ങനെയുള്ള അല്ലയോ സരസ്വതി. പ്രാർത്ഥിക്കുകയാണ്, നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുക. ഒരു നാണവും കൂടാതെ എൻ്റെ നാവിൽ നടനം ചെയ്യണമേ. ലജ്ജാരഹിതമായിട്ട്, ഒട്ടും ലജ്ജയില്ലാതെ എൻ്റെ നാവിൽ നൃത്തം ചെയ്യണമേ. സരസ്വതി വിലാസം എൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏണാങ്കാനനെ, ഏണാങ്കൻ ചന്ദ്രനാണ്. അംഗത്തിൽ ഏണത്തെ മാനിനെ ധരിച്ചവൻ ചന്ദ്രൻ. ചന്ദ്രമുഖി, ചന്ദ്രന് തുല്യമായ മനോഹരമായ മുഖത്തോടു കൂടിയവളെ എൻ്റെ നാവിൽ എപ്പോഴും നടനം ചെയ്യണമേ. എങ്ങനെ? യഥാ, എപ്രകാരമാണോ കാനനേ ദിഗംബരൻ, കാനനേ കാനനത്തിൽ, വനത്തിൽ, കാട്ടിൽ, ദിഗംബരൻ ദിഗംബരനായ കിരാതമൂർത്തി സാക്ഷാൽ പരമശിവൻ. അപ്പം കിരാതൻ എപ്രകാരമാണോ വനത്തിൽ ഒരു ലജ്ജയും കൂടാതെ നടനം ചെയ്യുന്നത്, അതുപോലെ എൻ്റെ നാവിൽ ദേവി സരസ്വതി നീ വന്ന് നൃത്തമാടണേ. എന്നിൽ നിന്ന് ഹിതമായ മധുരമായ പദാവലികൾ പുറപ്പെടണേ. അങ്ങനെ ഈ രാമായണം ഹൃദ്യമായിട്ട് ചൊല്ലാൻ എനിക്ക് സാധിക്കണമേ എന്ന് പൈങ്കിളി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ സരസ്വതി വന്ദനം ഗണപതി വന്ദനത്തിന് ശേഷം ചെയ്തു. വാരിജോദ്ഭവമുഖ വാരിജാവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ, പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. അല്ലയോ മംഗലശീലേ, മംഗളമായ ശീലത്തോടു കൂടിയവളെ. സരസ്വതിയെ സ്തുതിക്കുക തന്നെയാണ്. മംഗളമായ ശീലം, സർവത്തിലും വെച്ച് ഏറ്റവും മംഗളമായിട്ടുള്ളത് വിദ്യയാണ്, അറിവാണ്. ഈ അറിവിനെ സർവ്വലോകത്തിനും പ്രദാനം ചെയ്യുന്നവളാണ് സരസ്വതി. അതുകൊണ്ട് ഏറ്റവും മംഗളശീല വിദ്യാദേവി തന്നെയാണ്. അല്ലയോ മംഗളശീലേ, വാരിജോദ്ഭവ മുഖ വാരിജാവാസേ. വാരിജം, വാരിയിൽ ജനിക്കുന്നത് താമര. വാരിജോദ്ഭവൻ, താമരയിൽ ജനിച്ചവൻ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിൻ്റെ മുഖവാരിജത്തിൽ, മുഖമാകുന്ന താമരയിൽ, ബ്രഹ്മാവിൻ്റെ മുഖപത്മത്തിൽ വസിക്കുന്നവൾ. ബ്രഹ്മാവിൻ്റെ ഓരോ മുഖത്തിൽ നിന്നാണ് ഓരോ വേദവും പ്രകടമായത്. അങ്ങനെ വരുമ്പോൾ വേദസ്വരൂപിണിയായി ബ്രഹ്മാവിൻ്റെ മുഖകമലത്തിൽ നിവസിക്കുന്ന അല്ലയോ ദേവി ബാലേ. ബാല, സാക്ഷാൽ വിദ്യാരൂപിണി. ബാലയായിട്ടാണ് നമ്മൾ ഉപാസിക്കുന്നത്. ബാലയെ ഉപാസിച്ചിട്ടാണ് സരസ്വതിയെ വശീകരിക്കുന്നത്. അങ്ങനെയുള്ള ഹേ ബാലേ സരസ്വതി ദേവി, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ, വാരിധി സമുദ്രം, സമുദ്രത്തിൽ നിരന്തരമായി വീശി അടിക്കുന്ന തിരമാലകൾ എന്ന പോലെ എൻ്റെ ഉള്ളിൽ ഭാരതീ പദാവലി തോന്നേണം. ഭാരതീ പദാവലി, സംസ്കൃത പദാവലി, അഥവാ അങ്ങേയറ്റം പ്രകാശത്തെ ഉണ്ടാക്കി ആ പ്രകാശത്തിൽ ആനന്ദിപ്പിക്കുന്ന തരം പദാവലികൾ. ഒന്നുകിൽ ഭാരതി എന്നുള്ളതിന് സംസ്കൃതം എന്നർത്ഥം പറയാം. അപ്പോൾ സംസ്കൃത പദാവലികൾ എൻ്റെ ഉള്ളിൽ യഥാസമയത്ത് വരണം. അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് മുഴുവൻ ജ്ഞാനപ്രകാശത്തെ നൽകി അവരെ ആനന്ദിപ്പിക്കുന്ന തരം പദാവലികൾ, ഭാരതികളായ പദാവലികൾ
എൻ്റെ ഉള്ളിൽ തോന്നണം. ഏതുപോലെ? സമുദ്രത്തിൽ തിരമാലകൾ എന്ന പോലെ അഭംഗുരം നിരന്തരം എൻ്റെ ഉള്ളിൽ തോന്നണം. പാരാതെ, ഒട്ടും താമസമില്ലാതെ. എങ്ങനെ? സലക്ഷണം, ലക്ഷണയുക്തമായിട്ട്. പദാവലി പ്രയോഗിക്കുന്നത് എപ്പോഴും ലക്ഷണയുക്തമായിട്ട് വേണം. അപ്പോൾ സല്ലക്ഷണങ്ങളോടുകൂടിയ പദാവലി സമുദ്രത്തിൽ തിരമാലകൾ എന്ന പോലെ എൻ്റെ ഉള്ളിൽ മേന്മേൽ തോന്നണമേ അല്ലയോ സരസ്വതി എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ച് രചനയിലേക്ക് പ്രവേശിക്കുന്നു. നമസ്തേ.